സെയിം ഡിറ്റോ വാൾപേപ്പർ ആരുടെ സെയിം. ആരാണിത്? ഷേ ഇവ തേഞ്ഞല്ലോ. നമ്മള് ഓമോഗായിട്ട് എടുത്താൽ മതിയായിരുന്നു. ഇതൊക്കെ പി എസ് ടി ബായും പവനായും സെയിം. ഇത് നീയും സൂരജ് ബായും സെയിം ഡി പി. തേഞ്ഞല്ലോടാ നമ്മള്. തേഞ്ഞൊട്ടി ഗൈസ്, തേഞ്ഞൊട്ടി. പാട്ട് പാടാ എന്തായാലും തേഞ്ഞു. തേഞ്ഞൊട്ടി ഗൈസ്. നമ്മുടെ പ്ലേയേഴ്സ് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ ഇപ്പൊ അപ്ഗ്രേഡ് ആയില്ലേ, നോക്കാം. പെനാൽറ്റിക്ക് വെക്കല്ലേ? പെനാൽറ്റിക്ക് വെക്കണേ. പെനാൽറ്റി ഒക്കെ ഞാൻ വെച്ചോ ഓൾറെഡി. ഞാൻ ഒരു പടി മുൻപേ ചിന്തിക്കുന്നതെന്നൊക്കെ. 3000+ അവരുടെ ടീം സ്ട്രെങ്ത് ഞാൻ കണ്ടല്ലേ. സൂരജ് ബായുടെ ഒറ്റയ്ക്ക് തന്നെ 3000+. അവരുടെ ഒക്കെ ഭയങ്കര ടോപ്പ് ലെവൽ പ്ലേയേഴ്സ് ആണ്. നമുക്കൊന്നും അതിന്റെ 7 അയലത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോ എന്തായാലും എല്ലാം 90+ ഉണ്ട്. എല്ലാം 90+ ഉണ്ടോ, കുഴപ്പമില്ല. അവര് രണ്ടുപേരോട് ചേരുമ്പോൾ ഭയങ്കര സ്ട്രോങ് ടീമാണ്. മിക്കവാറും 4000+ അവരുടെ സ്കോർ. 4000 വരാൻ ചാൻസ് ഇല്ല. എടാ ബേസിക്കലി നിന്റെ അടുത്ത് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ പാസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഫ്രണ്ട് നിന്ന് പാസ് ചെയ്യരുത്. മാക്സിമം കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം ഒന്ന് ഷൂട്ട് ചെയ്ത ഗോൾ ആവത്തില്ല. അങ്ങനെയല്ല, അത് കറക്റ്റ് ഒരു പാസിംഗ് ഒക്കെ ആയിട്ട് വരണം. അങ്ങനെ ചുമ്മാ കയറി ഷൂട്ട് അടിക്കണോ പാസ് ചെയ്യാൻ. അതല്ലടാ ഞാൻ പറയുന്നത് നീ ഫ്രണ്ട് ആവുമ്പോ നീ പുറമോട്ട് പാസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നീ ഒന്നെങ്കിൽ കൊണ്ടുപോകാൻ നോക്കുക, അല്ലെങ്കിൽ ഷോട്ട് എടുക്കുക. നീ ലാസ്റ്റ് മാൻ ആണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പാസ് ചെയ്യുക. അതെങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലേ. ഇനി തോറ്റ്. എടാ ഞാൻ പാസ് ചെയ്തടാ, എന്നിട്ട് അവൻ തട്ടിയെടുത്തു. അതെങ്ങനെ? അറിയില്ലേ നിങ്ങൾ സ്റ്റേജ് ഇതൊക്കെ കണ്ട. എന്നിട്ട് അവൻ എടുത്തു. ഈ പി എസ് വിഷയടാ. പാസ് ഷിറ്റ്. ഞാൻ പെട്ടെന്ന് പാസ് ചെയ്യണം. കിട്ടുന്ന വെയിറ്റ് ചെയ്യരുത്. ഓൺ ദ സ്പോട്ട് പാസ് ചെയ്യുക. പാസ് വെയിറ്റ് ചെയ്യരുത്. ഓക്കെ. ഷിറ്റ്. ശരി, ബാക്കിലോട്ടേക്ക്. ഇമാര് ഒരുമിച്ച് പ്രശ്നം. അതാണ് പ്രശ്നം. പി എസ് സി വാങ്ങി ഡിഫെൻഡ് ചെയ്യടാ. ക്ലിയർ ചെയ്തില്ല പണ്ടാണ്. ക്ലിയർ ചെയ്താൽ ഇപ്പൊ കോർണറിൽ നമുക്ക് അടി. അറ്റാക്ക് ഉണ്ടോ? ഫുൾ അറ്റാക്ക് ഉണ്ടോ? ഫുൾ അറ്റാക്ക് ഇനിയും കൂടെ കൺസിഡർ. വേണ്ട വേണ്ട, ഇത് കഴിയട്ടെ. ഇപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവരതിനെ എടുക്കാൻ എളുപ്പമാണ്. എടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ബോൾ കൊണ്ടുപോകാനാണ് പാട്. അതിനെടുക്കാൻ പോലെ വിഷയത്തെ തോന്നില്ല കണ്ടിട്ട്. കണ്ടാ ഞാൻ പാസ് കഴിയുന്നതിന്റെ മുൻപേ അവൻ എന്റെ കാലയിൽ നിന്ന് എടുക്കുമോ ബോൾ? അതാണ് അവിടെ എന്താ പോയിച്ചേ? ഓക്കെ, വീട്ടിലിറക്കാൻ കിട്ടിയാലേ പറ്റും. ഗോള് പുള്ളി സ്കോർ ചെയ്തില്ല. പുള്ളി പാസ് ആൻഡ് പരിപാടിയുള്ളൂ. അതും ശരിയാ. ഫീൽഡിൽ എന്ത് പറ്റി? വഴക്ക് കിട്ടിയോ? കണ്ണ് കാണുന്നില്ലല്ലോ. ഷൂട്ട്. എടാ വെയിറ്റ് ചെയ്ത് എന്തിനാടാ? ഷൂട്ട് ചെയ്യാൻ പെട്ടെന്ന്. ബോക്സിന്റെ അവിടെ കിട്ടുന്ന ഉടനെ ഷൂട്ട് ചെയ്യുക. വെയിറ്റ് ചെയ്ത് ഷൂട്ടിന്റെ വട്ടം പ്രസ് ചെയ്യുക. ഓഫ്സൈഡ് ആവുന്നോണ്ട് നമ്മൾ രക്ഷപ്പെടുന്നത്. തീറ്റൊട്ടിയൊക്കെ ഇരുന്നത് കുഴപ്പമില്ല. ഇത് പോയി. അവന് ഇപ്പം പാസ് എനിക്ക് അറിയാവുന്ന പാസ് ചെയ്യുന്ന അറിയാമായിരുന്നു. വേറെ ഓപ്ഷൻ ഇല്ല. ഗോൾ കീപ്പറിനെ ഇറക്കിയാൽ പറ്റും. അവര് നമ്മുടെ ഡിഫൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാടാ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്ലേയേഴ്സിന് സ്പീഡില്ല. അതാണ് പ്രശ്നം. അമൽദേവ് എന്ത്? ഓക്കെ. ബോള് കാലേന്ന് എടുക്കണ്ട. ഇതാ പ്രശ്നം. ഇത് കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ അകത്ത്. അമൽദേവ് സുന്ദർ. അദമ്യ ശർമ്മ. ബേസിക്കലി നമ്മുടെ ലാസ്റ്റ് ഡിഫൻഡറിന് അവർ ഓഫ് സൈഡ് ആവാതെ ക്രോസ് ചെയ്ത് പോയി പിന്നെ നമുക്ക് പാടാം. അതാണ് ഇതിൻ്റെ ഒരു വിഷയം. ക്രോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷയമില്ല.
നമുക്ക് ബോൾ എടുക്കാന്നുള്ള കളിയിൽ നിന്ന്. കാരണം പേസിന്റെ വ്യത്യാസമാണ്. കാരണം നമുക്ക് നമ്മളല്ല അവരുടെ ഓവർ പവർ പ്ലേയേഴ്സ്, നമ്മുടെ ഒരുമാതിരി ബേസിക് പ്ലേയേഴ്സ് ആണ്. ഓ അതെങ്ങനെ ഫോളോ ആയി? ചീറ്റിംഗ് ചെയ്ത് അതാണ് ചേച്ചത് പോലെ ചീറ്റിംഗ് ചെയ്തൊക്കെ. ഓ ഷിറ്റ്, ഇതെന്തോന്നാടാ? ഓക്കെ ഓക്കെ, നൈസ് നൈസ്. ഓഫ്, ക്രോസ്. ഓഫ് എടാ, ക്രോസ് മറ്റേ ത്രൂ മേളിലോട്ടാക്കണേ, ക്രോസ് ആക്കാൻ. ആ മേളിലോട്ട്, ത്രൂ മേളിലോട്ടാക്കി കഴിഞ്ഞാൽ ക്രോസ്. ഓഫ് ഷിറ്റ്. ഓ നോ 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 നോ, ഭാഗ്യം. അതെൻ്റെ മിസ്റ്റേക്ക്, മൈ ഫോൾട്ട് ഗൈസ്. അവിടെ പെട്ടെന്ന് ക്ലിയർ ആണായിരുന്നു. കമോൺ റപ്പോനെ, കുഴപ്പമില്ല, ഇതെന്തായാലും തോക്കും, നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും അടിച്ചാൽ മതി, തോറ്റാൻ കുഴപ്പമില്ല. ഒരു ഗോളെങ്കിലും ഇനിമ അടിക്കാൻ പറ്റിയ ഒരാശ്വാസമുണ്ട്. ഉഫ്, യെസ്. ഓ ഞാൻ കൊണ്ടുപോയാൽ മതിയായിരുന്നു. മണ്ടത്തിന് കാണിച്ചാൽ ഞാൻ കൊണ്ടുപോയിട്ട് ഷൂട്ട് ചെയ്തായിരുന്നെങ്കിൽ ഗോൾ കിട്ടിയായിരുന്നു. ഓ നോ നോ, ഓ ഷിറ്റ്, സ്പീഡ് ഇല്ലടാ ഇമാർക്ക്, അതാണ് പ്രശ്നം. നമ്മള് ഇമാര് വന്ന് എടുക്കും അത്. അത് ഓടിച്ചു, അതാണ് കളി. ഓ ഷിറ്റ്, ഓഫ്സൈഡ് ആയിരുന്നു. കുഴപ്പമില്ല, അടിച്ചല്ലോ, അത്രേ ഉള്ളൂ. ഇത്ര സ്ട്രോക്ക് ഡീറ്റെയിൽസ് അടിച്ചല്ലോ. ആരവട്ടല്ലേ, അവരെനിക്ക് ആദ്യമായിട്ടല്ലേ കളിക്കുന്നത്, ഒരുമിച്ച്, അതുകൊണ്ടായിരിക്കും. എടാ ഷൂട്ട്. യെസ് ഗൈസ്, അതാണ് ഗോൾ ഗൈസ്, അതാണ്. നെക്സ്റ്റ് കളി ഞാൻ ഉണ്ടാവും. ഓക്കെ, മംഗലശ്ശേരി നീലേട്ട വന്നടാ, ഓൺ ഫയർ. മംഗലശ്ശേരി നീലേട്ട യെസ് കമോൺ. എടാ പറ്റൂടാ, ഒരു ഗോൾ അടിച്ചാൽ കുഴപ്പമില്ല. എടാ ഇത്രയും സ്ട്രോങ് ടീം ഡൈസ് നമ്മൾ കളിക്കുന്ന വിഷയമല്ല. എടാ നീ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കാലിലോട്ട് കിട്ടാൻ പറ്റിയത് അല്ല, കണ്ട് മുൻപേ തന്നെ ഷൂട്ട് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ അവന്മാർ പെട്ടെന്ന് എടുക്കും നമ്മുടെ. യെസ് പാസ്. ഓ ഷിറ്റ്. ഓ ഷിറ്റ്, എടാ പാസ്. ഓ ഷിറ്റ്, ഓഫ്സൈഡ്. സായിബായി ഒന്നുമില്ല, എന്ത് പറ്റി? എടാ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ അറിയോ, നമ്മൾ എപ്പോഴും മറന്നു പോകുന്നു. നമ്മൾ ആക്ച്വലി രണ്ടുപേര് പ്രസ് ചെയ്യുന്നത്, അതാണ് വിഷയം. ഓ നോ ഷിറ്റ്. ബേസിക്കലി നമ്മൾ രണ്ടുപേര് പ്രസ് ചെയ്യുന്നത്, അതാണ് വിഷയം. രണ്ടുപേര് പ്രസ് ചെയ്യരുത്. ഓക്കെ, ഓ കഴിഞ്ഞു. എന്നിട്ട് ഇത്ര നന്നായിട്ട് കളിച്ചടാ.